നിന്റെ അത്ഭുതം നീ പ്രതീക്ഷിക്കാൻ പറഞ്ഞേ. ഞാനൊരു വാക്യം വായിക്കുന്നു, ശ്രദ്ധയോടെ നിങ്ങൾ ആ വാക്യം നിങ്ങൾക്ക് സാധിക്കുന്നവർക്ക് എടുക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം അതിന് 3-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു, ശ്രദ്ധയോടെ നിങ്ങളും വായിച്ചാട്ടെ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ: സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. എല്ലാവരും പറഞ്ഞേ, സ്ഥിരമാനസൻ. ഒന്നും കൂടെ പറയാവോ നിങ്ങൾക്ക്? സ്ഥിരമാനസൻ. ഞാൻ ആ വാചകം ഒന്നും കൂടെ വായിക്കുന്നു. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഞാൻ ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കാം. യു വിൽ കീപ് ഇൻ പെർഫെക്റ്റ് ആൻഡ് കോൺസ്റ്റന്റ് പീസ് the one who mind is steadfast because he trust and refuge in you. മനോഹരമായൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു, ഒന്ന് ശ്രദ്ധിച്ചേ. സ്ഥിരമാനസൻ, കർത്താവിൽ ആശ്രയം വെച്ചിട്ടുള്ള ഒരു വ്യക്തി. മനോഹരമായൊരു വാക്യം കേട്ടോ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുക കൊണ്ട്. ഞാൻ ആ വാചകത്തൊന്ന് ചെറുതായിട്ട് തിരുത്തുക. ആരാണോ കർത്താവിൽ ആശ്രയം വെച്ചിരിക്കുന്നത്, ആശ്രയം വെച്ചിരിക്കുന്നവരുടെ മനസ്സിനെ ദൈവത്തിന്റെ സമാധാനത്തിൽ അവൻ സൂക്ഷിക്കും. ഒന്നും കൂടെ ഒന്ന് കൈ അടിച്ചിട്ട് നല്ല ആമേൻ പറഞ്ഞേ. നമ്മുടെ മനസ്സ് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മുടെ മനസ്സാണ് എല്ലാ സക്സസിന്റെയും തോൽവിയുടെയും ഇടപെടെന്ന് പറയുന്നത്. നീ തോൽക്കുന്നതിൻ്റെ ഒരു കാരണം നിങ്ങൾ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ പറയും, അതിൻ്റെ അടിസ്ഥാനം നിങ്ങളുടെ മനസ്സിനകത്തായിരിക്കുന്നത്. നിങ്ങൾ ജയിക്കുന്നതിൻ്റെ കാരണം ഞാൻ പറയും നിങ്ങളുടെ മനസ്സാണ്. ചിലരെങ്കിലും എന്നോട് ഞാൻ ഈ പറയുമ്പോൾ വിയോജിക്കുന്നുണ്ടാകാം, ബ്രദറെ ദൈവമല്ലേ നമ്മളെ യോജിപ്പിക്കുന്നത്, ദൈവമല്ലേ എന്നെ വിജയിപ്പിക്കുന്നത്, ദൈവമല്ലേ എന്നെ തോൽവിന്റെ ജയവും നിൽക്കുന്ന ദൈവത്തിന്റെ കൈകളിലല്ലേ. ഞാൻ ഒന്നും കൂടെ പറയാൻ വാചകം, നിങ്ങളുടെ ജയത്തിന്റെ രഹസ്യം, നിങ്ങളുടെ തോൽവിയുടെ കാരണം നിങ്ങളുടെ മനസ്സുകൂടെയാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരാളുടെ ഉള്ളിൽ ദൈവം ചെയ്യുക ഏറ്റവും ആദ്യം അയാളുടെ മനസ്സിനെ പണിയാനായി തുടങ്ങും. ആരെങ്കിലും ദൈവത്തിലേക്ക് ഫോക്കസ്ഡ് ആണ് എങ്കിൽ, ദൈവത്തിലാണ് അയാൾ ട്രസ്റ്റ് വെച്ചിരിക്കുന്നതെങ്കിൽ, ദൈവത്തിലാണ് അയാൾ വിശ്വാസം ആശ്രയിച്ചിരിക്കുന്നതെങ്കിൽ, ദൈവം പണിയുന്ന ഏറ്റവും ആദ്യത്തെ സ്ഥലം എന്താന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിനെയാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ മനസ്സിനകത്തേക്ക് വരുന്ന വരുന്ന കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവന്റെ സമാധാനത്തിൽ കാക്കാൻ തുടങ്ങും. ഒരു ഭയങ്കര കാര്യമായി പറയുന്നേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ പൗലോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞു, ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? സകലതും സ്തോത്രത്തോടുകൂടെ ദൈവകരങ്ങളിൽ അറിയിക്കുകയാണ് വേണ്ടത്. അപ്പൊ ദൈവകരങ്ങളിൽ അറിയിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ, കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ കർത്താവിനെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുവാൻ ശക്തനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവനെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ, അവനിൽ ആശ്രയിക്കുമ്പോൾ, അടുത്ത വാചകം പറയുക, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം ആ വ്യക്തികളിൽ വസിക്കാൻ തുടങ്ങും. അവിടെ എഴുതിയിരിക്കുന്ന അവിടെ സകല ബുദ്ധിയെ കഴിയുന്ന ദൈവിക സമാധാനം അയാളുടെ മനസ്സിൽ വരാൻ തുടങ്ങും. എവിടെയാണ് സമാധാനം വരുന്നത്? അയാളുടെ മനസ്സിൽ വരും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്തെങ്കിലും ടെൻഷനിലാണോ? ആ ടെൻഷൻ അനുഭവിക്കുന്ന സ്ഥലം നിങ്ങളുടെ മനസ്സാണ്. നിങ്ങൾ ഏതെങ്കിലും വികാരങ്ങൾക്ക് അടിമയാണോ? ആ സ്ഥലം നിങ്ങളുടെ മനസ്സാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഉറപ്പുണ്ടോ? ആ സ്ഥലം നിങ്ങളുടെ മനസ്സാണ്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരാളോട് കർത്താവ് ചെയ്യുക അയാളുടെ മനസ്സിനെ ബലപ്പെടുത്തും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ആരോഗ്യമുള്ള മനസ്സ് പലപ്പോഴും സക്സസ് ഉണ്ടാക്കാൻ കാരണമാകും. ആമേൻ. പൗലോസിനോട് പറയുക, ഞാൻ നിന്റെ മേൽ, പൗലോസ് തിമോത്തിയോസിനോട് പറയുക, ഞാൻ നിനക്കൊരു സൗണ്ട് മൈൻഡാണ് തന്നിട്ടുള്ളത്. കാരണം എൻ്റെ ആത്മാവ് നിന്റെ മേൽ വന്നപ്പോൾ നിനക്ക് ആരോഗ്യമുള്ളൊരു മനസ്സും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്. അടുത്തിരിക്കുന്ന ആളോട് പറയാൻ, നിനക്ക് ആരോഗ്യമുള്ള മനസ്സ് ആവശ്യമാണ്. ആരോഗ്യമുള്ളൊരു മനസ്സ് ആവശ്യമാണ്. പ്രശ്നങ്ങളിൽ നീ അകപ്പെടുമ്പോൾ, പ്രശ്നങ്ങൾ നിന്നെ ഫേസ് ചെയ്യുമ്പോൾ നിനക്ക് ആരോഗ്യമുള്ള ഒരു മനസ്സ് ആവശ്യമാണ്. കാരണം ആരോഗ്യമുള്ള മനസ്സിന് മാത്രമേ ചിലതിനെ ജയിക്കുവാനായി മുന്നേറാൻ കഴിയത്തുള്ളൂ. ആമേൻ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നിനക്ക് ചെയ്യുന്നത്, നിനക്ക് ആരോഗ്യമുള്ള ഒരു മനസ്സിലേക്ക് നിന്റെ മനസ്സിനെ കൊണ്ടുവരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇടിഞ്ഞ സ്ഥലത്ത് നിന്നാണ് പണിയപ്പെടുന്നത്. ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇതിൽ വരുന്നതിൽ ഒരു 80% ആളുകളും അല്ലെങ്കിൽ 90% ആളുകളും ഡെലിവറൻസ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നതെങ്കിലും അവർ വിശ്വാസികളായിരിക്കും. ഞാൻ വിരലിലെണ്ണാവുന്ന പുതിയ ആളുകളെ കണ്ടുള്ളൂ. ഞാൻ അവരോട് കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇവർക്ക് എന്താ ഡെലിവറൻസ് വേണ്ടത്? ആൾറെഡി നിങ്ങൾ ഡെലിവേർഡ് ആണ്. കർത്താവ് നിങ്ങളെ വിടുവിച്ചിരിക്കുക. നിങ്ങൾ പിശാചിന്റെ പിടിയിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ അവനാക്കി വെച്ചിരിക്കുക. ഞാൻ പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ബ്രദറെ എനിക്ക് ഡെലിവറൻസ് വേണ്ട എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നുവെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയം പ്രശ്നങ്ങളിൽ അകപ്പെട്ടപ്പോ പിശാചിനോട് സംസാരിച്ചതാണ്, പിശാചിന് നിങ്ങൾ ഇടം കൊടുത്തതാണ് നിങ്ങളുടെ വീട്ടിലെ, നിങ്ങളുടെ മനസ്സിലെ, നിങ്ങളുടെ ജീവിതത്തിലെ ഇഷ്യൂ എന്ന് പറയുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അടുത്തിരിക്കുന്ന ആളിനോട് കൈ കൊടുത്തെന്ന് പറ, നിന്റെ മനസ്സിനെ പണിയാൻ ദൈവം റെഡിയാണ്. ഓ ലവ് യു ജീസസ്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറ, നിന്റെ മനസ്സിനെ പണിയുവാൻ. ഞാൻ ഈ രാവിലത്തെ പ്രഭാതത്തിലെ മീറ്റിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആകുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇതിനകത്തിരിക്കുന്നതിൽ ഒരു 60% ആളുകളും മെന്റലി ഡൗൺ ആണ്, മാനസികമായി ഇടിഞ്ഞവരാണ്. വിശ്വാസിക്ക് വേണ്ടത് മാനസികമായി ഇടിഞ്ഞു കിടക്കുന്നിടത്തുനിന്ന് ഒരു വിടുതലാണ് ആവശ്യമുള്ളത്. ആമേൻ. ഓ, നിങ്ങൾ അതിനെ കൈയടിച്ചില്ല, ഒരു ആമേൻ പറഞ്ഞില്ല. നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. നിന്റെ മനസ്സിടിച്ച സ്ഥലം എന്ന് പറയുന്നിടത്ത് നീ വീണ്ടും 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 സ്റ്റേ ചെയ്താൽ അവിടെയാണ് പിശാചിന് ഇടം കിട്ടുന്നത്. ആമേൻ. ഒന്ന് കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ആ വാചകം വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു വാചകം പറയട്ടെ. അവിടെ എഴുതിയിരിക്കുന്ന സ്ഥിര മനസ്സിനെ ദൈവം അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് സമാധാനം എന്ന വാക്കിനെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ശാലോം എന്നാണ്. ശാലോം എന്ന് പറഞ്ഞാൽ ശാന്ത, അല്ലെങ്കിൽ സമാധാനം എന്ന് പറഞ്ഞാൽ ശാന്തത എന്നത് മാത്രമല്ല അർത്ഥമുള്ളത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ആളുടെ മനസ്സിനെ ദൈവം ശാന്തതയിൽ സൂക്ഷിക്കുന്നു. ശരിയാണ്. എന്നാൽ അതിന് വേറൊരു അർത്ഥം കൂടെയുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ശാലം എന്ന വാക്കിന്റെ അർത്ഥം ഹെൽത്ത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അയാളുടെ മനസ്സിനെ, അയാളുടെ ജീവിതത്തെ ആരോഗ്യത്തിൽ സൂക്ഷിക്കുന്നതും ദൈവത്തിന്റെ പരിപാടിയാണ്. നിങ്ങളൊന്നും കൂടെ ചുണയായിട്ട് കൈയടിച്ചു ഒരു ആമേൻ പറഞ്ഞേ. ഓ ലവ് യു ജീസസ്. അയാളുടെ വീടിനെ സമൃദ്ധിയിൽ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ്. ശാലം എന്ന വാക്കിന്റെ അർത്ഥം സമൃദ്ധി എന്നുകൂടെയാണ്. ഒരു വാചകം കൂടെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റെസ്റ്റ് എന്നാണ്. ആമേൻ. എല്ലാ വിധത്തിലും റെസ്റ്റ് നൽകുന്ന, എല്ലാ വിധത്തിലും വിശ്രമം നൽകുന്ന വിധത്തിൽ ദൈവത്തിന് അയാളെ സൂക്ഷിക്കാനായി കഴിയും. ആമേൻ. Rest of God with prosperity.
അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, റെസ്റ്റ് ഓഫ് ഗോഡ് വിത്ത് പ്രോസ്പെറിറ്റി. സമൃദ്ധിയാൽ ഉണ്ടാകുന്ന സമാധാനവും വിശ്രമവും ദൈവത്തിന് നിങ്ങൾക്ക് തരാൻ പറ്റും. സമൃദ്ധി ഒരു മനുഷ്യന്റെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അകത്ത് വരുന്ന ഒരു വിശ്രമമുണ്ട്. ഞെരുക്കം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വിശ്രമം നഷ്ടപ്പെട്ടു പോകും. നിങ്ങളിലേക്ക് അധ്വാനം വരും, ആകുലത വരും, ടെൻഷൻ ഉണ്ടാകും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കുടുംബത്തിനെ എൻ്റെ ദൈവം വിശ്രമത്തിൽ സൂക്ഷിക്കാൻ ശക്തമായ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എന്നെ ഹാർവസ്റ്റിൽ കാണുന്ന, യൂട്യൂബിൽ കാണുന്ന ആളുകളോട് പറയട്ടെ, തുടർന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ ഞങ്ങളെ കാണാം. എന്നാൽ ഹാർവസ്റ്റിൽ കാണുന്ന ചില കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്രമം നഷ്ടപ്പെട്ടിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഈ പകൽ നിങ്ങളുടെ അകത്ത് വിശ്രമം ഉണ്ടാകട്ടെ. ഒന്ന് കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ടെൻഷൻ അനുഭവിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ ഈ പകൽ നിങ്ങളുടെ അകത്ത് ആ ടെൻഷൻ മാറട്ടെ. അവനിലേക്ക് ആശ്രയിച്ചാൽ നിങ്ങളുടെ മനസ്സിനെ സമാധാനത്തിൽ സൂക്ഷിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. Come on. ഞങ്ങൾ ഈ ഹോളിനകത്തിരിക്കുന്ന സർവ്വ ആളുകളോടും കൂടെ ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പകൽ സമാധാനം കൊണ്ട് നിങ്ങൾ നിറയട്ടെ. മനസ്സിലെ അസമാധാനങ്ങൾ നീങ്ങട്ടെ. മനസ്സിനകത്തെ അസന്തോഷങ്ങൾ നീരട്ടെ. ദൈവിക സമാധാനം കൊണ്ട് നിറയട്ടെ. എന്നെ കാണുന്ന, യൂട്യൂബിൽ കാണുന്ന ആളുകൾ, ഹാർവസ്റ്റിൽ കാണുന്ന ആളുകൾ ഒരു വലിയ ഡെലിവറൻസിലേക്ക് വരട്ടെ. ഇപ്പോൾ ചില വീട്ടിനകത്ത് സമാധാനം വസിക്കട്ടെ. ഇപ്പോൾ ഈ വീട്ടിനകത്ത് ശാന്തത ഉണ്ടാകട്ടെ. ചില വീടിനകത്ത് സമൃദ്ധി ഉണ്ടാകട്ടെ. ചില വീടിനകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. സ്വസ്ഥത ഉണ്ടാകട്ടെ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. വാഴ്ചകളെ അധികാരങ്ങളെ കീഴിൽ വാക്കിയവരേശു. വാഴ്ചകളെ അധികാരങ്ങളെ എന്റെ കാൽ കീഴിലാക്കിയവരേശു. യേശു 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 ആരാധിപ്പാനെന്ന് യോഗ്യതേ. ഓ യേശു 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 ആരാധിപ്പാനെന്ന് യോഗ്യതേ. വാഴ്ചകളെ അധികാരങ്ങളെ എന്റെ കാൽ കീഴിലാക്കിയവരേശു. വാഴ്ചകളെ അധികാരങ്ങളെ എന്റെ കാൽ കീഴിലാക്കിയവരേശു. ഓ യേശു 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 ആരാധിപ്പാനെന്ന് യോഗ്യതേ. 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 വാഴ്ചകളെ അധികാരങ്ങളെ എന്റെ കാൽ കീഴിലാക്കിയവരേശു. വാഴ്ചകളെ അധികാരങ്ങളെ എന്റെ കാൽ കീഴിലാക്കിയവരേശു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്യം വായിക്കട്ടെ. നിങ്ങൾ നിന്നുകൊണ്ട് ആ വാക്യം ഒന്ന് കേട്ടാട്ടെ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ. അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്ന് എടുത്ത് തലയിണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. സംഭവം നിങ്ങൾക്കറിയാം. യാക്കോബ് തന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോകുകയാണ്. യാക്കോബ് തന്റെ ജ്യേഷ്ഠനെ പറ്റിച്ചു, അപ്പനെയും പറ്റിച്ചു. ആ പറ്റിക്കുന്ന സിറ്റുവേഷൻ, അവന്റെ ജ്യേഷ്ഠൻ അവനോട് എതിരായി അവൻ ആ വീട്ടിൽ നിന്ന് ഓടിപ്പോകുകയാണ്. ഇന്ന് യാക്കോബിനെ വിളിച്ചൊരു ചോദ്യം ചോദിക്കാം. യാക്കോബെ, ഓടിപ്പോകാൻ കാരണം എന്തുവാ? യാക്കോബ് പറയും, എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ മോശമാണ്. ഞാൻ ചെയ്തതുകൊണ്ടാണ് ഞാനിത് അനുഭവിക്കുന്നത്.
ഞാൻ ചെയ്ത കാരണം കൊണ്ട് തന്നെയാണ് ഞാനത് അനുഭവിക്കുന്നത്. പക്ഷെ നെക്സ്റ്റ് വേർഡ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അവൻ ഒരു സ്വപ്നം കണ്ടു, ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോവണി അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ഞാൻ ചെയ്തതാണ് എന്നെ ഇവിടെ എത്തിച്ചതെന്ന് യാക്കോബിനറിയാം. എൻ്റെ പ്രവർത്തനമാണ്, എൻ്റെ ജീവിതത്തിന്റെ തെറ്റാണ് എന്നെ ഇവിടെ എത്തിച്ചതെന്ന് യാക്കോബിനറിയാം. യാക്കോബ് നിരാശ കൊണ്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഒരു കല്ല് തലയണയാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന് അവനോട് പറയാനുള്ളത്, യാക്കോബേ, എനിക്ക് നിന്നെ വിടുവാനല്ല ഉദ്ദേശം, എനിക്ക് നിനക്ക് വേണ്ടി തുറക്കാനാണ് ഉദ്ദേശമുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, യാക്കോബ് അസമാധാനത്തിൽ തനിക്ക് ആരുമില്ല എന്ന വിധത്തിൽ തൻ്റെ അപ്പൻ, അമ്മ, സഹോദരങ്ങളെല്ലാം ഉപേക്ഷിക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ അവരിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടവനായി ഏകാന്തതയിൽ താൻ ചെയ്ത തെറ്റിനോടോ ജീവിതത്തോടോ ബന്ധിക്കപ്പെട്ട് ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ അവന് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവത്തെ കാണാം. ഇന്ന് പകൽ ചിലരോടുള്ള ദൂത് ഞാൻ പറയുക, നിങ്ങളായിരിക്കുന്ന ഒറ്റപ്പെടലുകളിൽ, നിങ്ങളായിരിക്കുന്ന ഏകാന്തതകളിൽ, ആരുമില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത സാഹചര്യത്തിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളോടൊരു ദൂത് പറയാനുണ്ട്. നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരുന്നൊരു സ്വർഗത്തെ എനിക്കറിയാം. ഒന്ന് കൈകളടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. എല്ലാം അസ്തമിച്ചു എന്ന് തോന്നുന്ന നിങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നു, എനിക്ക് പറയാനുള്ളത്, അസ്തമിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കുകയാണ്. യാക്കോബേ, എല്ലാം അവസാനിച്ചോ? അവൻ പറയും, എല്ലാം അവസാനിച്ചു, ഞാൻ വീട്ടിൽ നിന്ന് ഓടിപ്പോകുകയാ. പക്ഷെ സ്വർഗം പറയുന്നത് അങ്ങനെയല്ല. ഇതാ ഞാൻ നിനക്ക് മേളിൽ ഒരു സ്വർണ്ണ സ്വർഗത്തെ വെച്ചിരിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ ചിലരോട് എനിക്ക് ദൂത് പറയാനുണ്ട്. എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ച് ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഇതാ നിന്റെ മുകളിൽ സ്വർഗം തുറന്നിരിക്കുകയാണ്. എന്റെ ദൈവം നിന്റെ മുകളിൽ തുറന്നിരിക്കുകയാണ്. ആ ഒരു കാരണം കൊണ്ടാണ് നീ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. നീ ഇവിടെ ആയിരിക്കുന്നത് ആ തുറന്ന സ്വർഗമാണ്. നിങ്ങളുടെ സാഹചര്യങ്ങൾ എത്ര മോശമായിരുന്നോളട്ടെ, ഒരു തുറന്ന സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുകയാണ്. ചിലരോട് ഞാൻ ദൂത് പറയാം, നീ ഒറ്റപ്പെടലിന്റെ നടുവിലായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ നിനക്കൊരു സ്വർണ്ണ സ്വർഗമുണ്ട്. നീ വിചാരിക്കുന്നു എല്ലാം അവസാനിച്ചു എന്ന്, എന്നാൽ നിനക്കൊരു തുറന്ന സ്വർഗമുണ്ട്. നീ വിചാരിക്കുന്നു അപ്പനും അമ്മയിൽ നിന്നല്ല ഓടിപ്പോകേണ്ട ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കിയല്ലോ, എന്നാൽ എനിക്ക് പറയാനുള്ള തുറന്നൊരു സ്വർഗമുണ്ട്. ഞാൻ ചിലരോട് ദൂത് പറയുക, നീ പറയുന്നു ഞാൻ ഒറ്റപ്പെട്ടു പോയി, എന്നാൽ ദൈവത്തിന് പറയാനുള്ളത് നിനക്ക് വേണ്ടി തുറന്നൊരു സ്വർഗമുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41:9 അതിന്റെ 14, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്ന ചിലര് ഇതിനകത്തുണ്ട്. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, എനിക്കൊരു മറുപടിയില്ല, ഞാൻ എവിടെ അവസാനിക്കുന്നെന്ന് അറിയത്തില്ല. സിയോൻ പറയുന്നു, യഹോവ എന്നെ ഉപേക്ഷിച്ചു, അവൻ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം ഒന്ന് ശ്രദ്ധിക്കാവോ? ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവൻ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറന്നു കളയത്തില്ല. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവവൈതലേ, നിന്നെ മറന്നു കളയാൻ അവന് കഴിയത്തില്ല. അടുത്തിരിക്കുന്ന ഒരാളോട് കൈ കൊടുത്തിട്ട് പറ, നിന്നെ അവൻ അവന്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുകയാ. ഓ റബ സലിയാ തലബ, ഹല്ലേലൂയ. നിന്റെ പ്രശ്നങ്ങളാണ് ഈ വിധത്തിൽ ചിന്തിപ്പിച്ചതെങ്കിൽ വേദപുസ്തകം പറയുക, നിന്റെ മതിലുകൾ മുഴുവനും എന്റെ മുമ്പിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ, മുന്നോട്ട് പോകാൻ നിനക്ക് കഴിയാത്ത വിധത്തിലുള്ള എല്ലാ തടസ്സങ്ങളും എന്റെ ദൈവം കണ്ടുകൊണ്ടായിരിക്കുന്നത്, എന്റെ ദൈവം അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്.
നീ മുന്നോരത്തില്ലെന്ന് നീ പറയുന്ന മതിലില്ലേ, അതവൻ കണ്ടോണ്ടായിരിക്കുന്നത്. അടുത്തിരിക്കുന്നവരോട് പറ, നിന്റെ മതിലുകളെ നീ മറികടക്കാൻ പോകുന്നു. നീ പറയുന്നില്ല ഞാൻ ഒറ്റപ്പെട്ടു പോയെന്ന്. ഇല്ല, ആ ഒറ്റപ്പെടലിൽ നിന്ന് നീ പുറത്തു വരാൻ പോകുന്നു. നിന്റെ മുകളിൽ ഒരു തുറന്ന സ്വർഗത്തെ കണ്ടാണ്. വേറൊരാളോട് പറഞ്ഞാട്ടെ, അവൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, ഒരു നാളും കൈവിടുകയില്ല. ഞാൻ ഇന്നലെ രാത്രി പരിശുദ്ധാത്മാവിൽ നിന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവേ ഇതാണോ ഞാൻ പറയേണ്ടത്? സ്വർഗം പറഞ്ഞു, അതേ ജോണെ, ഒറ്റപ്പെടലുകളിലാണ് ഒരു സമൂഹം നിന്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന്. താൻ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്ന ഒരു കൂട്ടം ആളുകൾ, തന്നെ ആർക്കും വേണ്ട എന്ന് തോന്നുന്ന ഒരു കൂട്ടം ആളുകൾ, താൻ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു കൂട്ടം ആളുകൾ. അതിനകത്ത് എനിക്ക് സങ്കടം തോന്നിയത്, ദൈവത്തിന് എന്നെ വേണ്ട, ഞാൻ അതുകൊണ്ട് വളരുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകുന്നില്ല എന്നു തുടങ്ങി മനസ്സിടിഞ്ഞ പാസ്റ്റേഴ്സിനകത്തിരിപ്പുണ്ട്, ശുശ്രൂഷകരിനെതിരിപ്പുണ്ട്. യൂട്യൂബിൽ എന്നെ ചിലർ ആ മേഖലയിൽ കാണുന്നുണ്ട്. എനിക്ക് കർത്താവ് നിന്നോട് പറയുന്ന വാചകം ശ്രദ്ധിക്കേ, അവന്റെ കയ്യിൽ നിന്നെ എഴുതി വെച്ചേക്കുക, അവന്റെ ഉള്ളം കയ്യിൽ നിന്നെ വരച്ചിരിക്കുകയാ. നിനക്കിന്ന് മറികടക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നതിനെ നീ മറികടക്കാൻ ഒരു പരിശുദ്ധാത്മാവിന്റെ പകർച്ച, പരിശുദ്ധാത്മാവിന്റെ പകർച്ച. ആ കൈകളൊന്ന് അടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. നിന്റെ മുമ്പിലെ ഹാർഡ്നെസ്, വേദനകൾ, മുറിവുകൾ, ദുഃഖങ്ങൾ, നിന്നെ ചിന്തിപ്പിച്ച പ്രയാസങ്ങൾ തുറന്ന സ്വർഗം വെച്ചിട്ട് പറയുക, നീ അവിടെ കിടക്കത്തില്ല, നീ അവിടെ തകരത്തില്ല, അവന്റെ ഉള്ളം കയ്യിൽ നിന്നെ വരച്ചിരിക്കുകയാ. അമ്മയ്ക്ക് കുഞ്ഞിനെ മറക്കാൻ പറ്റത്തില്ല, പക്ഷെ ഒരുപക്ഷെ അവൾ മറന്നാലും അവൻ നിന്നെ മറക്കത്തില്ല. നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാ, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. നിന്റെ കുടുംബം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതാ, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. നീ വഴിയിൽ ഉപേക്ഷിക്കപ്പെടേണ്ടവനല്ല. പൗലോസ് റോമർക്ക് എഴുതുമ്പോ അതിന്റെ 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുക, നാം പാപികളായിരിക്കുമ്പോ ദൈവം ക്രിസ്തുയേശുവിൽ നമ്മളെ സ്നേഹിച്ചിരിക്കുന്നുവെങ്കിൽ, നീ കുരുത്തക്കേടിൽ ജീവിച്ചിരുന്നപ്പോൾ പോലും ദൈവത്തിന്റെ സ്നേഹം നിന്നെ രക്ഷിച്ചുവെങ്കിൽ, രക്ഷിക്കപ്പെട്ട ശേഷം എത്രയധികം അവന്റെ ജീവനാൽ അവൻ നിന്നെ രക്ഷിക്കാതിരിക്കും. നീ ചോദിച്ചിട്ടുമല്ല, പ്രാർത്ഥിച്ചിട്ടുമല്ല യേശു നിന്നെ രക്ഷിച്ചത്. നീ കരഞ്ഞിട്ടുമല്ല, ഉപവസിച്ചിട്ടുമല്ല യേശു നിന്നെ സ്നേഹിച്ചത്. നീ അവനെ അറിയാത്ത സമയത്ത് നിന്നെ അവൻ സ്നേഹിച്ച് അവൻ നിന്നെ രക്ഷിച്ചുവെങ്കിൽ, രക്ഷിച്ച നിന്നെ എത്രയധികമായി വീണ്ടും രക്ഷിക്കാതിരിക്കും. ഒന്ന് കൈകളടിച്ചൊരു ആമേൻ പറഞ്ഞ്. നിങ്ങൾ യേശുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് എങ്കിൽ അവൻ നിന്നെ വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല, പകരം രക്ഷ അനുഭവിച്ച് നിന്നെ അടുത്ത നിലവാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ലോൺലിനെസ്സിൽ നിന്ന്, ഏകാന്തതയിൽ നിന്ന് ഞാൻ ചിലരെ പുറത്തു കൊണ്ടുവരും. ഏകാന്തത നിങ്ങളിൽ എന്ത് കൊണ്ടുവന്നു? ഞാൻ ഉപേക്ഷിക്കപ്പെട്ടു എന്ന തോന്നൽ എന്ത് കൊണ്ടുവന്നു? നിന്നിൽ നിരാശ കൊണ്ടുവന്നു. നിരാശ നിന്നിൽ എന്ത് കൊണ്ടുവന്നു? ഡിപ്രഷൻ, ഡിപ്രഷൻ, ഡിപ്രഷൻ. ഡിപ്രഷൻ നിന്നിൽ എന്താ കൊണ്ടുവന്നത്? നിരാശ നിന്നിൽ കൊണ്ടുവന്നത് മടി കൊണ്ടുവന്നു.
ഒന്നും ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ വന്നു. പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ഉപവസിക്കാൻ തോന്നുന്നില്ല, കർത്താവിനോടുകൂടെ സമയം ചെലവഴിക്കാൻ തോന്നുന്നില്ല. എവിടെയാ കാരണമെന്ന് നിങ്ങൾക്ക് പിടികിട്ടുന്നില്ല എന്ന് തോന്നുന്നുവെങ്കിൽ കാരണമായി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നേ, നിന്റെ അകത്തുണ്ടായ ഒറ്റപ്പെടലാണ് കാരണം. ഏതോ ഒരു തെറ്റിനകത്ത് അകപ്പെട്ടു. ആ തെറ്റിനകത്ത് അകപ്പെട്ട നിമിഷം മുതൽ ഞാൻ തെറ്റ് ചെയ്തു എന്നൊരു തോന്നൽ ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടാകുന്ന നല്ലതാ, തെറ്റ് ചെയ്തു എന്നൊരു ബോധം. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ പിശാച് തരുന്നതാണ്, നിന്നെ ദൈവം ഉപേക്ഷിച്ചു, നീ ഉപേക്ഷിക്കപ്പെട്ടു എന്നൊരു തോന്നൽ വരും. ആ ഉപേക്ഷിക്കപ്പെട്ടു എന്ന തോന്നൽ നിന്റെ അകത്ത് ശക്തമായാൽ നിനക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിന്നെ ഡിപ്രഷൻ ഭരിക്കും, നിരാശ ഭരിക്കും. നിനക്കൊന്നും, നിന്റെ കൈകാലുകൾ ചലിക്കത്തില്ല. പ്രാർത്ഥിക്കാനിരുന്നാൽ നിനക്ക് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. ടി വി കാണാൻ തോന്നും, യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. ഏതെങ്കിലും കാര്യങ്ങളിൽ നീ അടിമയായി പോകും. സ്വർഗത്തിന് അത് അറിയാവുന്നതുകൊണ്ട് യാക്കോബിന്റെ മുമ്പിൽ തുറന്ന സ്വർഗം വെളിപ്പെട്ടത്. ഞാനൊരു അറിവ് പറയട്ടെ. ഒറ്റപ്പെടൽ എന്ന് പറയുന്ന പിശാചിന്റെ, ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്ന പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിലൊന്നാണ്. സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക, ജീവിതത്തിൽ ഒറ്റപ്പെടുത്തുക. വീട്ടിൽ ഒറ്റപ്പെടുത്തുക, ശുശ്രൂഷകരാൽ ഒറ്റപ്പെടുത്തുക. പക്ഷെ ഞാൻ കർത്താവിൽ നിന്ന് കേട്ട ഒരു കാര്യം പറയട്ടെ. ഈ ഒറ്റപ്പെടലിന്റെ നടുവിൽ ആരെങ്കിലും യേശുവിനെ കണ്ടെത്തിയാൽ, ആ ഒറ്റപ്പെടലിന്റെ നടുവിൽ ആരെങ്കിലും യേശുവിനെ കണ്ടെത്തിയാൽ അവനൊരു ഒറ്റയാനെ പോലെ മുന്നേറാൻ തുടങ്ങും. ആമേൻ. ഞാൻ കഴുകനെ നോക്കിയിട്ടുണ്ട്. അവൻ രണ്ടായിട്ട്, രണ്ട് പരുന്തിനെയോ രണ്ട് കഴുകനെയോ ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല. ഒരു കഴുകനെ ഞാൻ കണ്ടിട്ടുള്ളൂ, ഒരു പരുന്തിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. രണ്ട് പരുന്ത് ഒരുമിച്ച് നടക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പരുന്ത് നിരാശപ്പെട്ട് എവിടെയെങ്കിലും, കഴുകൻ നിരാശപ്പെട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നത് കണ്ടിട്ടില്ല. കാരണം കഴുകൻ നിരാശപ്പെട്ട് ഒതുങ്ങിക്കൂടുന്നവനല്ല, അതവന്റെ നേച്ചറല്ല. ഞാൻ ദാവീദിനെ നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. തൻ്റെ വീട്ടിലെ ഈ 7 സഹോദരങ്ങളിലെ നടുവിൽ താൻ ഒറ്റയ്ക്ക. പ്രവാചകൻ വീട്ടിൽ വന്നിട്ട്, നിന്റെ വീട്ടിൽ ഒരാൾ എനിക്ക് അഭിഷേകം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ടും തൻ്റെ വീട്ടിലുള്ള തൻ്റെ ഇളയ മകനെ അപ്പൻ ഓർത്തില്ല. ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി വന്നു പ്രവാചകനെ. അപ്പോഴാ പ്രവാചകനോട് അവൻ പറയുന്നത്, എൻ്റെ വീട്ടിൽ ഒരുവനും കൂടെ ഉണ്ട്, അവനെ നിങ്ങൾ വിളിച്ചിട്ടില്ല, കാരണം അവൻ അതിന് പ്രയോജനപ്പെട്ടവനല്ല. പക്ഷെ ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, ഞാൻ ഗിറ്റാറുമായിട്ട് മരുഭൂമിയിൽ കർത്താവുമായിട്ടാണ് ആയിരിക്കുന്നത്. ഒറ്റപ്പെടൽ എന്നെ ഭരിച്ചിട്ടില്ല, ഒറ്റപ്പെടൽ എന്നെ തൊടുന്നില്ല, ഒറ്റപ്പെടൽ എന്നെ ഭരിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്, കൊറോണയുടെ കാലഘട്ടങ്ങളിൽ മനുഷ്യരിലുണ്ടായ ഏറ്റവും വലിയ കാര്യം ലോൺലിനെസ് ആണ്. ഈ പകൽ അതിൽ നിന്ന് പുറത്തു വാ, ആ ബലം പൊട്ടിപ്പോകട്ടെ. നിന്നെ യേശുവിന് ആവശ്യമുണ്ട്, യേശു നിന്നെ തെരഞ്ഞെടുത്തതാണ്. നീ അവിടെ കിടക്കേണ്ടവനല്ല. Come out of here. ജലകല ബലകസല ബറകബ റസല ബറകലബ. അടുത്തിരിക്കുന്നവരോട് കൈ കൊടുത്ത് പറ, കുന്നുകൾ ഒരുപക്ഷെ നീങ്ങിപ്പോകും, പർവ്വതങ്ങൾ ഒരുപക്ഷെ നീങ്ങിപ്പോകും, പക്ഷേ എന്റെ ദൈവത്തിന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. ഒന്ന് കൈയടിച്ചൊരു ആമീൻ പറ. എന്റെ ദൈവം നിന്നോട് ചെയ്ത സമാധാനത്തിന്റെ നിയമം ഒരു നാളും മാറത്തില്ല. അവൻ നിന്നോട് ചെയ്ത ഉടമ്പടി മാറത്തില്ല. ഓ റബസലബ, നീ ദൈവത്തെ വിളിച്ചപ്പോ, ദൈവം നിന്റെ അടുക്കലേക്ക് വന്നപ്പോ
വണ്ടർഫുൾ ജീസസ്. നിന്റെ കൈയുമായിട്ട് അവനൊരു ഉടമ്പടിയുണ്ട്. അവൻ നിന്റെ കൈകളെ ചേർത്ത് വെച്ചതാണ്. ആ ഉടമ്പടിയുടെ കൈകൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ആ സമാധാനത്തിന്റെ നിയമം ആരെങ്കിലും കാണുന്നുണ്ടോ? നിന്റെ കൈ പിടിച്ചിരിക്കുന്ന യേശുവിനെ ആരെങ്കിലും കാണുന്നുണ്ടോ? Receive it now. Rabalakaraba. മാറില്ല എന്ന് പറയുന്നത് ചിലത് മാറിപ്പോയെന്ന് വരാമെന്നാ കർത്താവ് പറഞ്ഞേ. കുന്നുകൾ മാറിപ്പോകാം, പർവ്വതങ്ങൾ ഒരിക്കലും മാറത്തില്ല, പക്ഷെ അതുപോലും മാറിപ്പോകാം. പക്ഷെ ഞാൻ നിന്നോട് ചെയ്ത ഉടമ്പടി ഉണ്ടല്ലോ, ഒരു നാളും മാറത്തില്ല. യാക്കോബേ, 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 നീ എവിടെയായിരിക്കുന്ന? ലൂസ് എന്ന പട്ടണത്തിലാണ്. ഞാൻ അവിടെ വന്നപ്പോൾ സൂര്യൻ അസ്തമിച്ചു, ഏകാന്തത അനുഭവിക്കുകയാ. പക്ഷെ യാക്കോബേ, നീ എന്താ ഇപ്പോൾ കാണുന്നത്? അവൻ പറഞ്ഞു, ഞാനിപ്പോൾ തുറന്ന ഒരു സ്വർഗത്തെ കാണുകയാ. യാക്കോബേ, അതിന്റെ കാരണം എന്താ? കുഞ്ഞു ജനിക്കുന്നതിനേക്കാൾ മുമ്പ്, ശിശുക്കൾ നന്മയോ തിന്മയോ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു വിളി വന്നു. ഓ ഹല്ലേലൂയ. യാക്കോബേ, നീ എന്താ ഈ പറയുന്നേ? യാക്കോബ് പറയും, അമ്മയുടെ ഉദരത്തിൽ വെച്ച്, അമ്മയുടെ ഉദരത്തിൽ 2 പേർ, യേശാവ്, യാക്കോബ്. ഞങ്ങൾ നന്മയോ തിന്മയോ ചെയ്തിട്ടല്ല, നന്മ ചെയ്തതിന്റെ ഗുണം കൊണ്ടോ തിന്മ ചെയ്തും കൊണ്ട് ദോഷം കൊണ്ടോ അല്ല, തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള വിളിയാൽ എന്നെ ദൈവം വേർതിരിച്ചു. നീ നന്മ ചെയ്തതിന്റെ കൂടുതൽ കൊണ്ടല്ല ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. നിന്റെ മേലൊരു വിളി വെച്ചിരുന്നു, അതുകൊണ്ടാണ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. നീ ഏതോ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല ദൈവം നിന്നെ ഇവിടെ നിർത്തിയത്. അവൻ നിന്നെ തെരഞ്ഞെടുത്തു എന്നതുകൊണ്ടാണ് ദൈവം നിന്നെ നിർത്തിയത്. യാക്കോബേ, അപ്പനെ പറ്റിച്ചിട്ടല്ലേ ഓടുന്നേ? ജ്യേഷ്ഠന്റെ അവകാശം പിടിച്ചു പറിച്ചതല്ലേ ഓടുന്നേ? സ്വർഗം നിനക്ക് അനുകൂലമാണോ? ചെയ്ത തെറ്റിന്റെ നടുവിലും ദൈവം നിന്റെ കൂടെ നിൽക്കുകയാണോ? അല്ല, അല്ല. തെറ്റിനോട് തെറ്റെന്നാ സ്വർഗം കാണുന്നേ. പക്ഷെ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ഒരു ഹല്ലേലൂയ പറയാവോ? യാക്കോബിന്റെ മുകളിൽ തുറന്ന സ്വർഗത്തിന്റെ കാരണം അവനോടുള്ള ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഉടമ്പടിയാ. You are chosen. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, നീ തെരഞ്ഞെടുക്കപ്പെട്ടതാ. ഓ, നീ തെരഞ്ഞെടുക്കപ്പെട്ടതാ. ഓ, 2-3 ആളുടെ കൈ കൊടുത്തിട്ട് പറ, നീ തെരഞ്ഞെടുക്കപ്പെട്ടതാ, നീ തെരഞ്ഞെടുക്കപ്പെട്ടതാ. ഓ ലബിച്ചിന റാനിയോതോ, ഒരാളോട് കൂടെ പറ, നീ തെരഞ്ഞെടുക്കപ്പെട്ടതാ. തെരഞ്ഞെടുക്കപ്പെട്ട നിന്നോട് ദൈവം ചെയ്തിരിക്കുന്ന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. എന്റെ കുറവുകളിൽ എന്നെ ദൈവത്തിന് ഉപേക്ഷിക്കണമായിരുന്നുവെങ്കിൽ ഇന്ന് പകൽ നീ ഇവിടെ ഇരിക്കരുതായിരുന്നു. എന്റെ കുറവുകളിൽ എന്നെ അവൻ തള്ളുമായിരുന്നുവെങ്കിൽ നീ ഇന്ന് പകൽ ഇവിടെ ഇരിക്കരുതായിരുന്നു. നീ തെരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ടാണ് നീ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. ആ ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തു വാ. യു ആർ ചോസൻ. എന്നോടൊപ്പം പറ, ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാ. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാ, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാ. എന്റെ കൂടെ കൈ അടിച്ചിട്ട് പറഞ്ഞേ, അവൻ എന്നെ ഉപേക്ഷിക്കുകയില്ല, അവൻ എന്നെ ഉപേക്ഷിക്കുകയില്ല, അവൻ എന്നെ ഉപേക്ഷിക്കുകയില്ല, അവൻ എന്നെ കൈവിടുകയുമില്ല. പറ, അവൻ എന്നെ കൈവിടുകയില്ല,
അവനെന്നെ ഉപേക്ഷിക്കുകയില്ല. പറ, അവനെന്നെ ഉപേക്ഷിക്കുകയില്ല, അവനെന്നെ കൈവിടുകയില്ല. നിന്റെ അകത്ത് എന്നെ ദൈവം ഉപേക്ഷിച്ചു എന്നൊരു ചിത്രം കൊണ്ടുവന്ന ആ കള്ളനോട് പറ, പോ, അവൻ എന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, അവൻ ഒരു നാളും എന്നെ ഉപേക്ഷിക്കത്തില്ല, ഒരു നാളും എന്നെ കൈവിടത്തില്ല. പിശാച് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന മതിലുകൾ, പിശാച് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന മതിലുകൾ. യെശയ്യാവ് 49:15 പറഞ്ഞത്, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുക, നിന്റെ മതിലുകളെല്ലാം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. പിശാച് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന മതിലുകൾ, അത് കണ്ടിട്ടാ നീ പറയുന്നേ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടു എന്ന്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്കാന്ന് അകറ്റാൻ കഴിയുന്നേ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, നഗ്നതയോ, ആപത്തോ, വാളോ എന്ന് പറഞ്ഞാൽ ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നില്ല എന്നും ദൈവത്തിന് നിന്നെ വേണ്ട എന്നും നിന്റെ ഉള്ളിൽ തോന്നിക്കുന്ന, യേശു നിന്നെ ഉപേക്ഷിച്ചു എന്നും യേശുവിന് നിന്നെ വേണ്ട എന്നും നിന്റെ ഉള്ളിൽ തോന്നിക്കണമെങ്കിൽ കഷ്ടത വരണം, നഗ്നത വരണം, പ്രശ്നങ്ങൾ വരണം. ആ പ്രശ്നങ്ങൾ നിന്നോട് സംസാരിക്കും. ആ പ്രശ്നം നിങ്ങളോട് ചോദിക്കും, ദൈവം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാവുമോ ഇങ്ങനെ? ആ പ്രശ്നങ്ങൾ നിന്നോട് ചോദിക്കും, ദൈവം കൂടെ ഉണ്ടായിരുന്നിട്ട് എന്താ നീ ഇങ്ങനെ അനുഭവിക്കുന്നേ? ആ പ്രശ്നങ്ങൾ നിന്നോട് പറയും, ഒരു നാളുമില്ല, ദൈവം നിന്റെ കൂട്ടിനുണ്ടായിരുന്നുവെങ്കിൽ നീ ഈ വേദനയിലൂടെ പോകുമായിരുന്നോ? അവന്റെ ഉള്ളം കയ്യിൽ വരച്ചിട്ടുണ്ട് എന്ന് നിന്നെ പറഞ്ഞിട്ട്, അല്ല, അവന്റെ കയ്യിൽ ഉള്ളം കയ്യിൽ നിന്നെ വരച്ചിരിക്കെ പിന്നെ എങ്ങനെയാ ഈ വേദനയിലൂടെ നീ പോകുന്നേ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ദാവീദിനെ ദൈവം ഇടയബാലനായിരുന്നപ്പോൾ വിളിച്ചിട്ട് അഭിഷേകം ചെയ്തു. പിന്നീടുള്ള 10 കൊല്ലം കുന്തമുനയിലായിരുന്നു ദാവീദ്. അവനെ കൊല്ലാൻ വേണ്ടി ശൗൽ ഇങ്ങനെ പുറകെ നടക്കുക. ഞാൻ നിന്നോട് ചോദ്യം ചോദിട്ടെ, രാജാവാകാൻ അഭിഷേകമുള്ളവൻ ഇങ്ങനെ ഓടി നടക്കേണ്ട ഗതികേട് വരുവോ? ദൈവം ഇത്രയും ഹൃദയപ്രകാരം തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം മുഴുവൻ നിവർത്തീകരിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചയാളുടെ പുറകെ കുന്തമായിട്ട് ആളുകൾ വരുവോ? എന്റെ ഹിതം മുഴുവൻ നിവർത്തിക്കുമെന്ന് ദൈവം തന്നെ പറഞ്ഞ മനുഷ്യൻ, എന്റെ ഹൃദയപ്രകാരമുള്ളവനെന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയ ആളുടെ പുറകെ കുന്തമായിട്ട് ആളുകൾ നടക്കുവോ? ഒന്ന് സ്വയം ചോദിച്ചേ. ഇത്ര ശ്രേഷ്ഠമായൊരു വിളിക്ക് വേണ്ടിയിട്ടാണ് എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുമ്പോ എങ്ങനെയാ എന്റെ പുറകിൽ കുന്തമായിട്ട് ആളെപ്പോഴും നടക്കുന്നേ? എന്താ എന്റെ പുറകെ പ്രശ്നം എപ്പോഴും ഉള്ളത്? എന്താ എന്റെ വീട്ടിൽ ഇതുപോലൊരു പ്രയാസത്തിൽ നിന്ന് മാറ്റം വരാത്തത്? അതിന് നടുവിൽ ചില ആളുകൾ കുന്തം തിരിച്ചു വരും. ശൗലിന് എനിക്ക് നേരെ വരുന്ന കുന്തം പിടിച്ചിട്ട് അങ്ങോട്ടെറിയും, വാ കൊണ്ടും പ്രവൃത്തി കൊണ്ടും. പക്ഷേ ദാവീദിനെ ഞാൻ കാണുന്നത് ആ കുന്തമെറിയുന്നവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുകയും മൗനമായിരിക്കുകയും അതിൻ്റെ നടുവിൽ ദൈവം എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്നു എന്ന് അറിയുകയും ഒരു സീസൺ എനിക്ക് വരാൻ പോകുന്നു എന്ന് തിരിച്ചറിയുകയും ഞാൻ ഇതിനകത്ത് തകരത്തില്ല എന്ന് സ്വയം പറയുകയും തന്നോട് തന്നെ ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കത്തില്ല എന്ന് പറയുകയും ഭ്രാന്തനെ പോലെ അഭിനയിക്കുമ്പോഴും ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു എന്ന് പറയുകയും അവന്റെ മുഖം നോക്കിയവരെ ആരും ലജ്ജിച്ചില്ല, എല്ലാവരും പ്രകാശിക്കപ്പെട്ടു എന്ന് ഭ്രാന്തനെ പോലെ നടക്കുമ്പോഴും പറയുന്നതും അതിന്റെ ഉറപ്പ്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാ. ഈ പ്രശ്നങ്ങൾ എത്രയുണ്ടെങ്കിലും ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാ. ഒന്ന് തുള്ളിച്ചാടി ഒരു ആമീൻ പറഞ്ഞുകൊണ്ട് പറ. ഈ പ്രശ്നങ്ങളെല്ലാം എന്റെ ചുറ്റുപാടും
ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്തോ അസാധാരണമായ ഒരു അഭിഷേകം ചലിക്കുക. I know now, receive it. ഞാൻ ഇനി അങ്ങോട്ട് നോക്കുന്നില്ല. പരിശുദ്ധി ആത്മാവും മഴ പോലെ പെയ്യുന്നത് എനിക്ക് കാണാം. Receive your anointing now. ഇത്രയേറെ പ്രശ്നങ്ങൾ എനിക്ക് ചുറ്റുമുള്ളപ്പോഴും ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതോ. God has a great plan for me. Badalato loto roti mana toto. Bejala dana bana solo koro. Gina mana. ഒന്ന് തുള്ളി ചാടിയിട്ട് പറ, ഇത്രയേറിയ പ്രശ്നങ്ങൾ എനിക്ക് ചുറ്റും ഉണ്ടെങ്കിലും ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാ. I am chosen. മറിയ പ്രസവിച്ചത് സത്രത്തിൽ ഇടവില്ലാതെ. അവിടുന്ന് നേരെ ഈജിപ്തിലേക്ക് ഒരു പലായനം. ഈജിപ്തിൽ നിന്ന് നേരെ ബെത്ലഹേമിലേക്ക് വീണ്ടും ഒരു പലായനം. ബെത്ലഹേമിൽ നിന്ന് നസ്രത്തിലേക്ക് വീണ്ടും ഒരു പലായനം. സത്യത്തിൽ ഇവൻ മിശിഹ തന്നെയാണോ? ഒരുപക്ഷെ അവന്റെ അമ്മയപ്പന്മാർക്ക് പോലും സംശയം തോന്നുന്ന വിധത്തിൽ ഒരു ഓട്ട മത്സരം യേശു ജനിച്ചതിന് ശേഷം മറിയയും യോസഫും നടത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഓടുന്നു, അടുത്ത ദൂതൻ പറയുന്നു ഇവിടുന്ന് വിട്ടോ, അങ്ങോട്ട് പോയിക്കോ. അവിടെ ചെന്നപ്പോ പറയുന്നു ഇവിടെ നിൽക്കണ്ട, അവിടുന്ന് അങ്ങോട്ട് പോയിക്കോ. പക്ഷേ ആ ഓട്ട മത്സരത്തിന് എല്ലാം അവസാനം നമുക്കൊരു വാചകം കാണാം. യെശയ്യാവ് ഇങ്ങനെ പ്രവചിച്ചിരിക്കുന്നു, അത് നിവർത്തിയാകേണ്ടതിന് അങ്ങനെ സംഭവിച്ചെന്ന്. നിങ്ങളോടൊരു ദൂത് പറയട്ടെ, എത്ര പേർക്ക് അത് ഏറ്റെടുക്കാം? പ്രശ്നങ്ങളിലൂടെ പോകുമ്പോ ഇവിടെ എന്താ എന്നെ നീ നിവർത്തീകരിക്കാനുള്ളത് എന്നൊന്ന് കണ്ടെത്തിയാൽ ഞാൻ ഒന്നും കൂടെ വാചകം പറയാം, ഒന്നും കൂടെ ദൂത് പറയാം. ആ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോ ഞാൻ എന്താണ് ഇവിടെ ഫുൾഫിൽ ചെയ്യാനുള്ളത്? ഇതിന്റെ നടുവിൽ ഞാൻ എന്താണ് ആകേണ്ടത്? ഞാൻ എവിടെയാ നിൽക്കേണ്ടത്? എങ്ങനെയാ മുന്നേറേണ്ടത് എന്നൊന്ന് കണ്ടെത്തിയാൽ യേശുവേ, പ്രശ്നങ്ങളുടെ നടുവിൽ ഓടുവാ ജോസഫ്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലേക്ക് പലായനം ചെയ്യുകയാ. ആ ഓട്ടത്തിന്റെ നടുവിലും ദർശനങ്ങളുണ്ട്, ഓട്ടത്തിന്റെ നടുവിലും സ്വപ്നങ്ങളുണ്ട്, ഓട്ടത്തിന്റെ നടുവിലും ദൈവശബ്ദം കേൾക്കാം. കൊല്ലുമെന്ന് തോന്നുന്ന സാഹചര്യത്തിന്റെ നടുവിലാ ഓടുന്നേ, പക്ഷേ അതിന് നടുവിലും ഒരു ദൈവശബ്ദം കേൾക്കാം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ആ ശബ്ദമാണ് ജോസഫിന്റെയും മറിയയുടെയും രഹസ്യം. അതിന് നടുവിൽ 3 പേര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ കാണാൻ വന്നതാ. 1 സ്വപ്നങ്ങൾ, 2 ഏഞ്ചലിക് വിസിറ്റേഷൻ, 3 പ്രവാചക ദൂത, 4 ദർശനങ്ങൾ. നീ പാലായനത്തിന്റെ നടുവില അനുഭവിക്കുക. വേണ്ടവർക്ക് എടുക്കാം, വേണ്ടവർക്ക് റിസീവ് ചെയ്യാം. ഒരു നല്ല ആമേൻ പറയാം. നീ ഓടുമ്പോ ഒറ്റയ്ക്കെന്ന് തോന്നുമ്പോ he will open the heaven. യാക്കോബേ, നീ എവിടെ കിടക്കുന്നേ? ഒരു കല്ല് തലയണയായിട്ട് ഉറങ്ങുന്നേ. I am not in a comfort zone.
ഞാൻ നിൽക്കുന്നത് ഒരു സമാധാനമുള്ള സ്ഥലത്തല്ല, പക്ഷേ ഐ ക്യാൻ സീ എ ഓപ്പൺ ഹെവൻ. നീ പറയുന്നത് എല്ലാം കംഫർട്ട് സോണിലാകണമെന്ന സ്വർഗം പറയും. നീ കിടക്കുന്നത് കംഫർട്ട് സോണിലല്ലെങ്കിലും തുറന്ന് സ്വർഗത്തെ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളെന്താ കൈയടിക്കാത്തതെന്ന് എനിക്കറിയാൻ വയ്യ. I am not in a comfort zone. ഞാൻ കംഫർട്ട് ആയിരിക്കുന്ന സ്ഥലത്തല്ല നിൽക്കുന്നേ, പക്ഷെ ധൈര്യമുള്ളത് തുറന്നൊരു സ്വർഗത്തിന്റെ കീഴിലാണ് നിൽക്കുന്നേ. എല്ലാം ശരിയായൊരു സ്ഥലത്തല്ല ഞാൻ നിൽക്കുന്നേ. കിടക്കാൻ പറ്റുന്നത് കംഫർട്ടായ പില്ലോലല്ല. സോളി ഹാൻഡ് കർച്ചീഫ് ഉണ്ട് എൻ്റെ. പക്ഷേ ഐ ക്യാൻ സീ ഓപ്പൺ ഹെവൻ. ഓടുവോ? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഓടുവോ? ഭയപ്പെട്ട് ഓടുന്നു, നിരാശപ്പെട്ട് ഓടുന്നു. പക്ഷെ അതിന് നടുവിൽ I can see angels are visiting me. നിന്റെ പ്രശ്നമല്ല നീ കാണേണ്ടത്, അതിന്റെ നടുവിൽ നിനക്ക് വിസിറ്റേഷൻ തരുന്ന ദൈവദൂതന്മാരെയാ നീ കാണേണ്ടത്. ആമേൻ. പ്രശ്നം മാറ്റണമെന്നുള്ള പറച്ചിൽ നിർത്തോ. ഏകാന്തതയിൽ നിന്ന് പുറത്തു വന്നിട്ട് പറ, പ്രശ്നം മാറണമെന്നുള്ള ചിന്തകളാ. എന്നിട്ട് ഏകാന്തതയിൽ നിന്നൊന്ന് പുറത്തു വന്നിട്ട് പറ. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു നല്ല ആമേൻ പറ. ഐ നീഡ് യുവർ വിസിറ്റേഷൻ. രണ്ടുപേരോടെങ്കിലും കൈ കൊടുത്തിട്ട് പറ, എനിക്ക് വേണ്ടത് അങ്ങയുടെ സന്ദർശനമാണ്. ഈ പകൽ ആരൊക്കെയോ ദൈവം സന്ദർശിക്കുന്നു എന്ന് ഞാൻ മനഃപൂർവ്വമായി വിശ്വസിക്കുക. This is the time for visitation. How many of you believe it? നമ്മുടെ ഒറ്റപ്പെടലുകളിൽ നമ്മൾ കരയുകയും പിറുപിറുക്കുകയാ ചെയ്യുന്നേ. എനിക്കും ഒറ്റപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകുന്നുണ്ട് still now. പക്ഷെ ആ ഒറ്റപ്പെടലിന്റെ നടുവിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. സ്വർഗത്തിന് ഞാൻ കംഫർട്ട് സോണിൽ അല്ലാത്തപ്പോഴും കംഫർട്ട് സോൺ ഉണ്ടാക്കിയിട്ടല്ല ദൈവം സന്ദർശിക്കുന്നത്. ആ കംഫർട്ട് സോണിൽ അല്ലാത്തപ്പോഴാ ദൈവം സന്ദർശിക്കുന്നേ. എനിക്ക് ആരോടൊക്കെ ദൂത് പറയണമെന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് പറഞ്ഞാൽ എന്റെ വേർഡിൽ നിന്ന് ഞാൻ മാറിപ്പോകും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേ. അടുത്തിരിക്കുന്നവരോട് പറ, ദുഃഖ സാഹചര്യങ്ങളിലൂടെ പോകുമ്പോ രേഷ്മ കേൾക്കുന്നോ? അവിടെ ആ സന്ദർശനങ്ങൾ ഉണ്ടാകുന്നേ. അതിന് നടുവിൽ ആർക്കും എന്നെ വേണ്ട, ആർക്കും എന്നെ ഇഷ്ടമല്ല, പോയി കിടന്ന് കരയാനല്ല. ദൈവ പൈതലേ, ഉടമ്പടിയോടെ വിളിച്ച ദൈവ പൈതലേ, നിന്നോട് ദൈവത്തിന് പറയാനുള്ളത് ദാവീദിനോട് ചോദിക്കാൻ, ദാവീദേ നീ സങ്കീർത്തനങ്ങളൊക്കെ എവിടെ വെച്ചാ എഴുതിയത്? അവൻ പറയും, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴാ എഴുതിയത്. ഈ ഏകാന്തതയാ എന്റെ സങ്കീർത്തനത്തിന്റെ രഹസ്യം. ഈ ഏകാന്തതയിൽ ഞാൻ കർത്താവിൽ സന്തോഷിച്ചതാ. സങ്കീർത്തനം പുറത്തു വന്നതാ. പൗലോസേ, ലേഖനങ്ങൾ എവിടെ വെച്ചാ എഴുതിയേ? അടുത്തിരിക്കുന്നവരോട് ചോദിച്ച, പൗലോസേ ലേഖനങ്ങൾ എവിടെ വെച്ചാ എഴുതിയത്? അവൻ പറയും, കൈയും കാലും ആമത്തില്ല ബ്രദറെ. കുറച്ചു സ്വാതന്ത്ര്യം ഗവൺമെന്റ് തന്നപ്പോ കൈയും കാലൊക്കെ ആമത്തിൽ നിന്ന് മാറ്റി അവരെന്നെ വീട്ടു തടങ്കില്ലെന്ന് പോലെ തടങ്കലിൽ വെച്ചിരിക്കുക. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. പക്ഷേ എന്നെ പലപ്പോഴും
കാണാൻ വരുന്ന വ്യക്തികളെക്കാൾ കൂടുതൽ എന്നെ പലപ്പോഴും സ്വർഗം വന്ന് സന്ദർശിക്കാറുണ്ട്. ഈ തടവിൽ നിന്ന് പത്രോസിനെ ഇറക്കിക്കൊണ്ടുപോയിട്ട് സന്ദർശിച്ചാ പോരെ ദൈവത്തിനെ? അത് പത്രോസിനോടുള്ള ദൈവത്തിന്റെ താല്പര്യമാണ്. പൗലോസിന് പറയാനുള്ളത്, എന്നോടുള്ള ദൈവത്തിന്റെ ഇഷ്ടം ഇതിന്റെ നടുവിൽ സ്വർഗത്തിലെ ദൂതന്മാർ വന്ന് എന്നോട് സംസാരിച്ചിട്ട് അതിൽ നിന്നൊരു മെസ്സേജ് എഴുന്നേറ്റത് തിമോത്തിയോസിന് എഴുതണം, എഫെസോസിലെ സഭയ്ക്ക് എഴുതണം. പൗലോസേ, എഫെസോസിലെ സഭയ്ക്ക് നീ എഴുതിയത് എന്താ? അവൻ പറയും, ലോകാരംഭങ്ങൾക്ക് മുമ്പേ ക്രിസ്തു യേശുവിൽ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു. എവിടെ കിടക്കുന്ന പൗലോസേ? ജയിലില്ല. പക്ഷേ എന്താ പറയുന്നത്? ലോകാരംഭങ്ങൾക്ക് മുമ്പേ ക്രിസ്തു യേശുവിൽ എന്നെ തെരഞ്ഞെടുത്തു, വിശുദ്ധനും നിഷ്കളങ്കനുമാക്കി വെച്ചിരിക്കുകയാണ്. പൗലോസ് പറയും, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ നിങ്ങളെ നിറച്ചിരിക്കുന്ന റെവലേഷനുകള്. എന്റെ ഭാഷയെ പറഞ്ഞ അവന് ഒരു ജയിലായി തോന്നിയില്ല, പകരം സ്വർഗമാകാൻ തുടങ്ങി. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ സ്വർഗത്തെ കാണണം. ചേർന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറ, ചേർന്നൊരു ആമേൻ പറ. ഒന്ന് തുള്ളിച്ചാടിക്കൊണ്ട് പറ, പ്രശ്നങ്ങളുടെ നടുവിൽ സ്വർഗത്തെ കാണണം. പൗലോസ്, നീ എന്താ പറയുന്നത്? എനിക്ക് വെളിപ്പാടുണ്ടായി ബ്രദറെ. എന്തോ വെളിപ്പാട്? എന്നെ ലോകാരംഭങ്ങൾക്ക് മുമ്പേ അവൻ തെരഞ്ഞെടുത്തതാ. എവിടാ ഇപ്പൊ കിടക്കുന്നേ? ഞാൻ ജയിലില്ല. അയ്യോ, ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് വിടിവിച്ച കഥയല്ലേ പ്രസംഗിക്കേണ്ടത്? നോ, ഇതിന്റെ നടുവിൽ എനിക്ക് റിവലേഷൻ ഉണ്ടായി. ഈ ജയില് ഞൊടി നേരത്തേക്കാ. ഒന്ന് ചേർന്ന് കൈയടിച്ചൊരു ആമേൻ പറ. അടുത്തിരിക്കുന്നവരോട് പറ, ഏകാന്തതയിൽ നിന്ന് പുറത്തു വാ. പിശാച് ഒറ്റപ്പെടലിന്റെ കെണി ഒരുക്കുമ്പോ, ഞാനൊരു ദൂത് പറയട്ടെ, ഇന്ന് എഴുതരണേടാ. ഒറ്റപ്പെടലിന്റെ കെണി ഒരുക്കുമ്പോ ദൂതന്റെ സന്ദർശനം ഒരുക്കുന്നവനാ ദൈവം. അടുത്തിരിക്കുന്നവരുടെ കൈയോടുന്ന് പറഞ്ഞേ, പിശാച് ഒറ്റപ്പെടലിന്റെ കെണി ഒരുക്കുമ്പോ ദൂതന്റെ സന്ദർശനം തരുന്നവനാ ദൈവം. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടേ, ഞാൻ ദൂതനെ കാണണമെന്ന് പ്രാർത്ഥിച്ചപ്പോഴും ദൈവദൂതനെ കണ്ടിട്ടുണ്ട്. ചില ഏഞ്ചലിക് റിലീസിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവദൂതന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ വ്യത്യസ്ത വിസിറ്റേഷനുകൾ ഞാൻ അനുഭവിച്ചതെല്ലാം ഇപ്പോഴും, വ്യത്യസ്തമായ വിസിറ്റേഷനുകൾ ഞാൻ അനുഭവിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഞാൻ എപ്പോഴാണോ സീറോ ഒന്നും തോന്നിയതും ഞാൻ ഒന്നും ആകുന്നില്ലെന്ന് തോന്നിയതും, നിരാശ വരുന്നതിൻ്റെ ആരംഭം എന്നിലുണ്ടായതും, സറൗണ്ടിങ് എല്ലാം മോശമായി തോന്നിയിട്ട് ഒറ്റയ്ക്കിരിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഡിഫറെന്റ് ഏഞ്ചൽസിനെ ഞാൻ കണ്ടത്. എല്ലായ്പ്പോഴും ഡിഫറെന്റ് ഏഞ്ചൽസിനെ കണ്ടത് അപ്പോഴാണെന്നല്ല എൻ്റെ അർത്ഥം കേട്ടോ. കാരണം ഞാൻ ധാരാളം പ്രാവശ്യം ഏഞ്ചൽസിനെ കാണാറുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച മുമ്പത്തെ ഞായറാഴ്ച ഞാൻ ആദ്യമായിട്ടൊരു ഏഞ്ചലിനെ കണ്ടു. അതിൻ്റെ ചിറകുകളിൽ മുഴുവൻ കണ്ണുകളാണ്. സ്പിരിച്വൽ റെവലേഷൻ ആയിരുന്നു അത്. അടുത്തിരിക്കുന്നവരോട് പറ, കംഫർട്ട് സോണ് നോക്കിയിരിക്കാതെ സ്ഥലത്തിന് മേലും നടന്നുകൊണ്ട് പറ, I live in supernatural. ഒന്ന് കൈ അടിച്ചോണ്ട് പറ, ഞാൻ അസാധാരണത്തിൽ ജീവിക്കും. അടുത്തിരിക്കുന്ന വേറൊരാളോട് പറ, യേശുവിന് വേണമെങ്കിൽ കടൽ ശാന്തമാക്കിയിട്ട് ഒരു വഞ്ചിയുമായിട്ട് അക്കരെ പോവായിരുന്നു എന്ന് പറ. വേറൊരാളോട് പറ, കർത്താവിന് അത്ര വലിയ താല്പര്യമില്ല, അതിന്റെ മേളിൽ കൂടെ നടക്കാനാ താല്പര്യം എന്ന് പറ.
ഒന്ന് ചേർന്ന് കൈ അടിച്ചോണ്ട് പറ, നീ ഏത് സാഹചര്യത്തിന്റെ മുകളിലും നടക്കുന്നത് അത്ഭുതം എന്ന് പറയുന്നേ. അപ്പോഴാളുകൾ പറയുന്നത് ഇതവനെ തോൽപ്പിച്ചില്ല, ഇതവനെ തകർത്തില്ല. അതെങ്ങനെയാ പറ്റുന്നേ? അതിന്റെ പേരാ മിറക്കിൾ എന്ന് പറയുന്നത്. പിശാചു വെക്കുന്ന ഓരോ കെണിയിലും സ്വർഗത്തിന്റെ തുറന്ന സ്വർഗത്തേക്കാണ്. നിങ്ങളെ കസാരയൊക്കെ വിട്ടിട്ട് അടുത്തിരിക്കുന്ന 5 പേരോടെങ്കിലും കൈ കൊടുത്തിട്ട് പറ, പിശാചു വെക്കുന്ന ഓരോ കെണിയിലും തുറന്ന സ്വർഗത്തേക്കാണ്. ഓ, എന്തൊക്കെയോ നടക്കുകയാണല്ലോ ഇതിനകത്ത്. ലാനിയാന്തലബ ഹസലിയാന്തലബ. സോളി, എന്നെ നോക്കിക്കേ. വാ, എന്നെ ഇങ്ങനെ കാണത്തില്ല, അടുത്തൊരു നിലവാരത്തിലേ കാണത്തുള്ളൂ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ടെന്ന് പറ, എന്നെ ഇപ്പൊ വേണേ കണ്ടോ, ഐ എം ഗെറ്റിംഗ് ഇൻടു അനദർ റിലം. അടുത്തൊരു പ്രതലത്തിലേക്ക് ഞാൻ കയറുവാ. ഞാൻ ഇനി ഇവിടെ കിടക്കത്തില്ല. നിങ്ങൾക്ക് ദൂതന്മാരുടെ ശബ്ദം കേൾക്കാനുണ്ടോ? ഒരു ദൈവിക ആർപ്പുവിളി കേൾക്കാനുണ്ടോ? എന്നെ യൂട്യൂബിൽ കാണുന്നവരുടെ വീട്ടിനകത്ത് ദൈവിക സന്ദർശനങ്ങൾ ഉണ്ടാകുന്നു. അവരുടെ വീട്ടിൽ നിന്ന് പൈശാചിക ശക്തികൾ അഴിയുന്നു, മന്ത്രവാദങ്ങൾ അഴിയുന്നു, ബാധകൾ അഴിയുന്നു, ദുർശക്തികൾ പുറത്തു വരുന്നു. ദൈവത്തിന്റെ അതിമഹത്തമായ കരങ്ങൾ വ്യക്തികളുടെ വീടുകളിലേക്ക്. ഓ, കൈ അടിച്ചോ, ആമേൻ പറഞ്ഞോ. ഞാൻ ഈ സമയത്ത് ഒരു ഡെലിവറൻസും കൂടെ കാണുകയാണ്. എനിക്കൊരു കാര്യം മനസ്സിലായി, കംഫർട്ട് സോണിൽ അല്ലെങ്കിലും എനിക്ക് ദൈവത്തെ കാണാം. അടുത്തിരിക്കുന്ന ആളെ കൈ തൊട്ടിട്ട് പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കാൻ പറഞ്ഞേ. കംഫർട്ട് സോണിൽ മാത്രമാണ് നമുക്ക് ദൈവത്തെ കേൾക്കാൻ പറ്റുന്നത് എന്നൊരു തോന്നൽ നമ്മുടെ അകത്തുണ്ട്. കംഫർട്ട് സോൺ വേണ്ട ദൈവത്തെ കേൾക്കാൻ. എല്ലാം ശരിയായ സാഹചര്യം വേണ്ട ദൈവത്തെ കേൾക്കാൻ. ആമേൻ. ഞാൻ ഇന്നലെ സോളി എൻ്റെ ഭാര്യയുമായിട്ടൊരു കടയിൽ പോയി. ഞാൻ ആ കടയിൽ ചെന്നപ്പോൾ 3 സെയിൽസ് ഗേൾസ് അവിടെ ഉണ്ട്. ഒരു കൊച്ചു മൊടന്തിയാണ് നടക്കുന്നത്. അവളുടെ കാലിൽ ഒരു സ്കൂട്ടർ കയറി. 8 സ്റ്റിച്ചുണ്ട്. 5ആണോ 8ആണോ? അതുകൊണ്ട് അവൾക്ക് നടക്കാൻ വയ്യ. ജോലി പോകുന്നുള്ള കാരണം കൊണ്ട് അവൾ വന്നതാ. ഞാൻ അവളെ അടുക്ക് വിളിച്ചു. സുവിശേഷമൊന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, മോളെ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, യേശുവിന്റെ നാമത്തിന് നിന്നെ സൗഖ്യമാക്കാൻ പറ്റും? ആ കൊച്ചൊന്ന് പകച്ചു കുറച്ചു നേരം. എന്തുകൊണ്ട് അവളെ കേട്ടു കേട്ടോ. ഞാൻ അവളുടെ കാല് കയറ്റി വെച്ചു, പ്രാർത്ഥിച്ചു. ആ നിമിഷം അത് സൗഖ്യമായി. ഞാൻ അവളുടെ സുവിശേഷമൊന്നും പറഞ്ഞില്ല. യേശു രക്ഷിക്കുന്നു, യേശു സൗഖ്യമാക്കുന്നൊന്നും പറഞ്ഞില്ല. കാരണം ദൈവം എന്നെ ആക്കിയിരിക്കുന്നത് ചിലരെ സൗഖ്യമാക്കാന്. സൗഖ്യമായി കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ്, ഞാൻ പ്രസംഗിക്കുന്നത് യേശുവിനെയാണ്, ഞങ്ങൾ ജീവിക്കുന്നത് യേശുവിനെയാ പ്രസംഗിക്കുന്നേ. അവളപ്പോൾ പറഞ്ഞു, ഞാൻ വെട്ടുകാട്ട് പള്ളിയിലാ പോകുന്നത്, അടുത്ത ഞായറാഴ്ച മുതൽ ബ്രദറിന്റെ പള്ളിയിൽ വരാം. അതാണ് എന്റെ കർത്താവ്. നമുക്ക് കംഫർട്ട് സോൺ വേണം എല്ലാം ചെയ്യാൻ. ദൈവത്തെ പ്രസന്റ് ചെയ്യാൻ നമുക്ക് കംഫർട്ട് സോൺ വേണം. നോ, അങ്ങനെയൊന്നുമില്ല.
അങ്ങനൊന്നുമില്ല. എനിക്ക് മനസ്സിലായതേ എനിക്ക് ഇത് കുറച്ച് ഹയർ റെവലേഷൻ ഞാൻ പറയുന്നത്. കംഫർട്ട് സോണിലും അല്ലാത്തപ്പോഴും എല്ലാം ഒരേപോലെ സ്റ്റെബിലിറ്റിയിൽ സ്പിരിച്വലിൽ വളരാൻ കഴിയുന്നതാണ് ഉയർന്ന മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അത് കുറച്ച് പേർക്ക് വെടിയിട്ട് കാണത്തുള്ളൂ. എൻ്റെ ആത്മീയ അനുഭവം പറയാം. പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവിനെ കേൾക്കും. കംഫർട്ട് സോണിൽ വന്ന് ഞാൻ അങ്ങ് ഡൗൺ ആവും. പിന്നെ പ്രാർത്ഥനയൊന്നുമില്ല, അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോകും. വീണ്ടും അടുത്ത പ്രശ്നം വരും, വീണ്ടും കർത്താവിലേക്ക് വരും, വീണ്ടും സ്ട്രോങ് ആവും, വീണ്ടും കംഫർട്ട് സോണിൽ വരും. പിന്നെ പ്രസംഗവും ശുശ്രൂഷയൊക്കെ ഉണ്ട്, ഒരു നോർമൽ പരിവം. ഇപ്പൊ ഞാൻ അങ്ങനെയല്ല. നോട്ട് ലൈക്ക് ദാറ്റ്. എനിക്ക് രണ്ട് കാര്യം എന്നെ ഒന്നും എഫക്ട് ചെയ്യുന്നില്ല. കംഫർട്ട് എന്നെ ഒന്നും തൊടുന്നില്ല. പ്രശ്നം തലേ കയറുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. സാഹചര്യങ്ങളുടെ പ്രശ്നം എന്നെ അസ്വസ്ഥപ്പെടുത്തത്തില്ല, സാഹചര്യങ്ങളുടെ ഉയർച്ചയും എന്നെ അസ്വസ്ഥപ്പെടുത്തത്തില്ല. രണ്ടും എന്നെ തൊടത്തില്ല. ഈ സാധനം എന്തോ മരവിച്ചു പോയി. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, രണ്ടും എന്നെ തൊടാനുള്ളതല്ല, രണ്ടിന്റെ മുകളിലാ ഞാനെന്ന്. Oh, love you, Jesus. നിങ്ങൾക്കറിയാമോ യേശു വന്നിട്ട് പറഞ്ഞ ഏറ്റവും ആദ്യത്തെ പ്രസംഗം? യേശു പറഞ്ഞു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അടുത്ത വാചകം യെശയ്യാവ് പറഞ്ഞു. പക്ഷേ നമ്മുടെ ലൂക്കോസ് അതിനെ ഏറ്റു പറഞ്ഞിട്ടില്ല. നമ്മുടെ ബൈബിളില് അല്ലെങ്കിൽ മലയാളം ബൈബിളിൽ അതില്ല. പക്ഷെ യെശയ്യാവ് പറഞ്ഞത് ഇങ്ങനെയാ: ഹൃദയം നുറുങ്ങിയവരെ മുറിവെട്ടുവാനും. നിങ്ങൾക്കറിയോ, ദരിദ്രരോട് സുവിശേഷം പറയുന്നതോടൊപ്പം തന്നെ അടുത്ത പ്രയോറിറ്റി കർത്താവ് കൊടുത്തത് മുറിവുള്ളവരെ സൗഖ്യമാക്കാനാണ്. ശരീരത്തിന്റെ മുറിവല്ല കർത്താവിന് പ്രാധാന്യം തോന്നിയത്, എൻ്റെ അകത്തെ മുറിവാണ് പ്രാധാന്യം തോന്നിയത്. എൻ്റെ കാരണം അറിയാവോ? എൻ്റെ അകത്തെ മുറിവുകൾ എൻ്റെ അകത്ത് പിശാചിന് ആക്സസ് കൊടുക്കും. എന്നെ ഒരാൾ വേദനിപ്പിച്ചു, ആ വേദനിപ്പിച്ച ആളിനോട് എനിക്ക് പകയുണ്ട്, പിശാചിനെ ഇടം കൊടുക്കും ഞാൻ. എന്നെ ആൾ സെക്ഷലി തിന്മയിലേക്ക് കൊണ്ടുപോയി, ഞാനിതിനു ശേഷം സെക്ഷൽ കാര്യങ്ങൾക്ക് അടിമയാ. ഞാൻ എൻ്റെ ഹൃദയത്തെ പിശാചിന് തുറന്നു കൊടുക്കുക. എൻ്റെ അകത്തെ മുറിവുകളിൽ പിശാചിന് ഇടമുണ്ട്. സ്വർഗത്തിന് മനസ്സിലായി, ശരീരത്തിൻ്റെ മുറിവ് കെട്ടിനേക്കാൾ മുമ്പ് ഹൃദയത്തിൻ്റെ മുറിവ് കെട്ടിയാലേ അതിനകത്ത് കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വസിക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് കൈകളടിച്ചൊരു നല്ല ആമീൻ പറയാവോ? ശബ്ദമീർത്തി ഹല്ലേലൂയ പറയാവോ? ഹൃദയത്തിന്റെ മുറിവ് ഒരു വ്യക്തിയിൽ സ്ട്രോങ് ആയാൽ അയാൾ ഡിപ്രഷനിലേക്ക് പോകും. അതുകൊണ്ട് അയാൾ ഏകാന്തത ഇഷ്ടപ്പെടുന്നത്. അയാളുടെ അകത്തെവിടെ മുറിവുണ്ട്, അയാൾക്കൊണ്ട് ഒറ്റയ്ക്കിരിക്കാൻ തോന്നുവോ? വേദപുസ്തകത്തിൽ ഒരു വ്യക്തിയെ ഇതിനെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അയാളുടെ പേര് ഗദരദേശത്തിലെ ദുരാത്മാവ് ബാധിച്ച മനുഷ്യനെന്ന്. അവൻ ശവക്കല്ലറുകളിലാ പാർക്കുന്നേ. അവൻ സ്വയം ഇടിക്കും, സ്വയം അടിക്കും, സ്വയം പ്രാകും, കല്ലുകൊണ്ട് ചതയ്ക്കും, ചിലപ്പോ പിച്ചു പറിക്കും, ചിലപ്പോ ഭിത്തിയിലിട്ട് തലയിടിക്കും, കൈകൊണ്ട് ഭിത്തിയിലടിക്കും. കാണുന്നവരോടൊക്കെ ദേഷ്യം വന്ന് നിങ്ങളെ കൊണ്ട് മടുത്തു എന്ന് അലറിക്കറിയും. വീട്ടിൽ നിന്ന് ഓടിപ്പോകണം തോന്നും, കള്ളു കുടിക്കണം തോന്നും. That is called the expressions of this depression. ഡിപ്രഷന്റെ വേറൊരു ഒരു എക്സ്പ്രഷനാണ്. നിങ്ങൾക്ക് വേണ്ടത് ആ പ്രശ്നത്തിൽ നിന്നല്ല മോചനം, നിങ്ങളുടെ അകത്തെ മുറിവിൽ നിന്നാണ് നിങ്ങൾക്ക് മോചനം വേണ്ടത്. എന്താ നിങ്ങൾ ചുണയായിട്ട് കൈയടിക്കാത്ത, ആമീൻ പറയാത്തെ?
ഞാനിത് പറയുമ്പോൾ എനിക്ക് കാണാനുള്ളത് ചിലരുടെ വീട്ടിൽ നിന്ന്, ചിലരുടെ ജീവിതത്തിൽ നിന്ന് ആ മുറിവുകൾ ഉണ്ടാക്കിയ പിശാചിന്റെ തന്ത്രങ്ങൾ ഈ പകൽ യേശുവിന്റെ നാമത്തിൽ കെട്ടഴിയുകയാ. സ്വയം ചതയ്ക്കുന്നവരിൽ നിന്ന് ആ ദുരാത്മാവ് പുറത്തു വരട്ടെ. സ്വയം പീഡിപ്പിക്കുന്നവരിൽ നിന്ന് ആ ദുരാത്മാവ് പുറത്തു വരട്ടെ. ഏകാന്തതയുടെ ദുരാത്മാവ് പുറത്തു വരട്ടെ. ആ ദുർപ്രവർത്തികൾ അഴിയട്ടെ. കമോൺ കമോൺ, കൈ അടിച്ചു ആമേൻ പറഞ്ഞു. ചില പൈശാചിക ശക്തികൾ അഴിയുക. ബന്ധനങ്ങൾ മാത്രമല്ല, ചില പൈശാചിക ശക്തികൾ അഴിയുക. ഞാൻ പറയുമ്പോ ദൈവശക്തി ചിലരുടെ മേൽ വരുന്നു. Receive it now. Receive it now. ഇരുട്ടിന്റെ ബലങ്ങൾ അഴിയുന്നു. സ്വയം ചതയ്ക്കുന്ന ആളുകൾ, സ്വയം ഉപദ്രവിക്കുന്ന ആളുകൾ, സ്വയം അടിക്കുന്ന ആളുകൾ, മരിക്കണമെന്ന് തോന്നുന്ന ആളുകൾ, ആ നിരാശയുടെ ദുരാത്മാവ് ഇപ്പോൾ അഴിയട്ടെ. അത് നിമിത്തം ശരീരത്തിൽ പ്രവേശിച്ച ദുശക്തികൾ പുറത്തു വരട്ടെ. Now. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചിലരുടെ മേൽ ദൈവത്തിന്റെ തീ 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 ദൈവത്തിന്റെ തീ 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 തീ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്ലേ. ചില കുടുംബങ്ങളെ കർത്താവ് സന്ദർശിക്കുക. ചില വീടുകളിലേക്ക് ഡെലിവറൻസുകൾ ഉണ്ടാകുക. സ്വയം ചതയ്ക്കുന്നവർ, സ്വയം ഉപദ്രവിക്കുന്നവർ, ഒറ്റയ്ക്കിരിക്കുന്നവർ, നിരാശപ്പെട്ടിരിക്കുന്നവർ, മനസ്സുമടുത്ത് മരിക്കണമെന്ന് ചിന്തിക്കുന്നവർ, ആ മേഖലയിൽ ഭരിക്കുന്ന ദുർശക്തികൾ മുഴുവൻ അഴിയട്ടെ, അഴിയട്ടെ. ഒന്ന് ഉറക്കെ വിളിച്ച് യേശുവേ